ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ഇത്രത്തോളം പിടിക്കപ്പെട്ടിട്ടും ഇത്രത്തോളം നടപടികൾ ഉണ്ടായിട്ടും വീണ്ടും ഇന്നും പിടിക്കുന്നുണ്ട്. ഇന്നും കഞ്ചാവുമായി ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിടിയിലാകുന്നുണ്ട്. കഞ്ചാവാണോ വലുത്, MDMA ആണോ വലുത്? MDMA ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രാസലഹരി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കഞ്ചാവുമായിട്ടാണല്ലോ ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും വിദ്യാർത്ഥികൾ പിടിയിലായത്. അവിടെ 4 കിലോയാണ് വിൽപ്പനയ്ക്കായി ഇന്ന് പിടിയിലായ അനുരാജ് 4 കിലോയാണ് കൊടുത്തതെന്ന് പറയുന്നു. ഇപ്പോൾ 2 കിലോയെ കണ്ടെത്താനായിട്ടുള്ളൂ. ബാക്കി 2 കിലോ എവിടെയൊക്കെ വിതരണം ചെയ്തു എന്നറിയില്ല. അതിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്ന രീതിയിലേക്ക് ഇത് വ്യാപിക്കും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ ശ്രീ ദാമോദർ പ്രസാദ്? നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ദാമോദർ പ്രസാദ് കേൾക്കാമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി 2 കിലോ കിട്ടാനുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അനുരാജിനെ കിട്ടി, ഇനി ഇടനിലക്കാരനായിരിക്കുന്ന അന്യസംസ്ഥാനക്കാരനായ ഒരാളും കൂടെ കിട്ടാനുണ്ടെന്ന് പറയുന്നു. അതോടുകൂടി അത് അവിടെ അവസാനിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഈ അന്വേഷണം, ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് വ്യാപിപ്പിക്കേണ്ടതില്ലേ? ഇതിൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ പ്രതികൾ ശ്രീ ദാമോദർ പ്രസാദ്? എനിക്ക് ചെറിയൊരു അപ്രിഹെൻഷൻ ആദ്യം രേഖപ്പെടുത്തിട്ട് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാമ്പസിനകത്ത് പോലീസ് കയറുക എന്നുള്ള അത്ര നല്ല ഷുവർ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഒരു സർവകലാശാല അകത്ത് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് നന്നായി തോന്നുന്നില്ല. അത് ഞാൻ സൂചിപ്പിക്കാതിരുന്ന തെറ്റായിരിക്കും. കാരണം ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കപ്പെടാൻ പോവുക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വളരെ ആദർശാത്മകമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ക്യാമ്പസുകളും ഹോസ്റ്റലൊക്കെ റെയ്ഡ് ചെയ്ത് അവിടുത്തെ ജീവിതത്തെയും കുട്ടികളെയൊക്കെ ട്രോമയിൽ അകപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഇതിനേക്കാൾ വലിയ വിപത്തായിരിക്കും. പക്ഷെ അങ്ങനെയൊന്ന് കളമശ്ശേരിയിൽ കണ്ടോ? അവിടെ നിറയെ വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പിടിച്ച് അന്വേഷിക്കുകയും തിരയുകയും അങ്ങനെയല്ലല്ലോ ചെയ്തത്. 1 മാസം നിരീക്ഷിച്ചു, ഇന്ന ആളുകളാണെന്ന് സൂചന കിട്ടി, ആ മുറികളിൽ തന്നെ പോയി, ആ മുറികളിൽ തന്നെ പിടിച്ചു, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ ഈ കളമശ്ശേരി. പക്ഷേ ഹോസ്റ്റലിനകത്തൊക്കെ റെയ്ഡ് എന്നൊക്കെ പറയുന്ന സംവിധാനം ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം അത്രയൊക്കെ സെൻസിറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് വരെ ഞാൻ അപ്രിഹെൻഷൻ എന്നൊക്കെ പറഞ്ഞത്. ശരി, താങ്കൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പക്ഷേ ഇപ്പോൾ അവിടെയാണ് സൂക്ഷിക്കുന്നതിൽ എന്ത് ചെയ്യും ശ്രീ ദാമോദർ പ്രസാദ്? അവിടെയാണ് ഞാൻ അതാണ് എന്റെ ഒരു കണ്ടൻഷൻ ഇവിടെയുള്ളത്. അതായത് ഈ ക്യാമ്പസിന്റെ അകത്തല്ലല്ലോ ഈ സാധനം ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു സ്ഥലമൊക്കെയാണ് പോലീസ് ഇവിടേക്ക് സജ്ജീകരിക്കുന്നത്. ഈ പറഞ്ഞ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൊടുത്തു, ആ പൂർവ്വ വിദ്യാർത്ഥി കിട്ടിയ സ്ഥലങ്ങളുണ്ട്. ഈ കേരളത്തിലേക്ക് എങ്ങനെയാണ് MDMAയും ഇതുപോലെ വസ്തുക്കളും കടന്നു വരുന്നത്? സോഴ്സുകളെ തടയാൻ പറ്റാതെ ഏറ്റവും എളുപ്പത്തിൽ ടാർഗറ്റിൽ പോകുന്ന ഒരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ ടാർഗറ്റിലാണ് പോണത്. ഇത് അതിനെ ഞാൻ പറയുമ്പോൾ അതിനൊക്കെ ന്യായീകരിക്കാന്നല്ല, അത് തടയപ്പെടേണ്ടത്. പക്ഷെ ആ തടയൽ എവിടെയാണ്? ക്യാമ്പസ് മാത്രമായി ലഹരി വിമുക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കേരളത്തിലേക്ക് ഇത് വരുന്നതിന്റെ സോഴ്സ് അത് ഞാൻ വിശ്വസിക്കുന്ന അത്തരം സോഴ്സുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യാപനം നടക്കില്ല. പല രീതിയിലും പ്രൊട്ടക്ട് ചെയ്യപ്പെടും. നമ്മൾക്ക് ഇവിടെ ആദർശാത്മക അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സംരക്ഷണം അവർക്ക് കിട്ടുന്നത്. അത് രാഷ്ട്രീയ സംരക്ഷണം ആയിരിക്കും. ഈ രാഷ്ട്രീയ സംരക്ഷണം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി കേന്ദ്രീകരിച്ചല്ല പറഞ്ഞത്, മറിച്ച് അതിന് രാഷ്ട്രീയ നേതൃത്വം ഇതിനെ സംരക്ഷിക്കാൻ പോകില്ല എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം കുറിച്ച് പക്ഷേ മറ്റു ചില പ്രൊട്ടക്ഷൻ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി പിടിക്കപ്പെട്ടാൽ അങ്ങനെ ഇറക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ സംരക്ഷണം ഉണ്ട്. പോലീസുകാർ നിസ്സഹായാവസ്ഥ പലപ്പോഴും ഇത് നമ്മുടെ മുന്നിൽ ഇവിടെ വന്ന് പരസ്യമായി പ്രകടിപ്പിക്കുന്നവർക്ക് പഠിപ്പിച്ചാൽ അവരുടെ തൊഴിൽ ബാധിക്കും. അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് മാത്രമല്ല നടക്കുന്നത്. രണ്ടാമത്തെ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് മാത്രമാണ് എന്നുള്ളതല്ല. ഓപ്പറേഷൻ ഡി ഹണ്ട് ഉണ്ട്, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഉണ്ട്, എക്സൈസിന്റെ പരിശോധന പരിപാടിയാണ്. ഈ 2 പേരും 2 വിഭാഗവും ഒരുമിച്ചുള്ള റെയ്ഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കല്ലേ വേണ്ട? ഒരുമിച്ച് ആ പരിശോധന നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കലാലയങ്ങൾ, എന്തുകൊണ്ട് ക്യാമ്പസുകൾ, കുട്ടികൾ അതിൽ പെട്ടുപോയെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ശ്രീ ദാമോദർ പ്രസാദ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ കുട്ടികളെ പുറത്തെത്തിക്കുകയും വിദ്യാർത്ഥികളെ ഒരു ചെറിയ ശതമാനം അപ്പൊ നമ്മൾ ക്യാമ്പസുകൾ നോക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ സിഗരറ്റ് പോലും വലിക്കാത്തൊരു കാലമാണെന്ന് ആലോചിക്കണം. നമ്മൾ അതും കൂടി കാണണം. അപ്പൊ ഞാൻ പഠിക്കുന്ന ക്യാമ്പസ് സിഗരറ്റ് പരസ്യം വിളിച്ചു നടക്കായിരുന്നു. ഇന്നത്തെ ക്യാമ്പസ് വിദ്യാർത്ഥി സിഗരറ്റ് പോലും വലിക്കുന്നില്ല. സിഗരറ്റ് വർജിച്ചൊരു തലമുറയാണത്. സിഗരറ്റിന് ഗണ്യമായ രീതിയിൽ ചെലവ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ തലമുറ നമ്മുടെ ക്യാമ്പസിന്റെ അകത്തുണ്ട്. ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ അങ്ങനെ തന്നെയാണ്. ഒരു ശതമാനം വളരെ ചെറിയ ശതമാനം വിദ്യാർത്ഥികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യതയാണ്. അവരെ പിടിച്ച് എന്താ പറയാ, അവരെ കുറ്റക്കാരാക്കി അവരെ ക്യാമറ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ അധിക്ഷേപിക്കുന്നില്ല. അവരെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ്, സിവിൽ സൊസൈറ്റിയും പൗരസമൂഹവും, ജാഗ്രതയുള്ള പൗരസമൂഹവും കൂടിച്ചേരേണ്ട കാര്യം. ആ ജാഗ്രതയുള്ള പൗരസമൂഹം എന്ന് പറയുന്ന കാര്യം
ആ പൗരസമം കുറച്ചും കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെടാനും സാധ്യതയുണ്ട്. കാര്യം സ്റ്റേറ്റിന്റെ ഒരു തരത്തിൽ മാത്രം ഓപ്പറേഷൻ ആയി കഴിഞ്ഞാൽ അത് അപകടകരമായ അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ വേണം സാധ്യതയുണ്ട്. കരുതാൻ. ശ്രീ ദാമോദർ, ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയും ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു. യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യ യാത്രയിൽ ഞാനും പങ്കാളിയായിട്ടുണ്ടായിരുന്നു, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ആ യാത്രയിൽ ചില അമ്മമാർ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഞങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും ഭയമാണ്. അപ്പോൾ തിരിച്ചുള്ള പ്രതികരണം വേറെ രൂപത്തിലാണ്. അപ്പോൾ അവർ തന്നെ ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ഇടപെടൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യൂ എന്നാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടപെടൽ ഞങ്ങളും ചെയ്യാം, ഞങ്ങൾക്കും പരമാവധി കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമെന്ന് ഓരോ മുക്കും മൂലയും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ശരിയാണ്. മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ് മാധ്യമങ്ങൾ. അപ്പൊ പൗരസമൂഹത്തിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങൾക്ക് ഈ കോൺവെർസേഷൻ, ഇത് ഒരു സീസണിലേക്ക് മാത്രമല്ല, ഒരു കോൺവെർസേഷൻ നിരന്തരമായി കേരളത്തിൽ കൊണ്ട്. കാര്യം ഒരുപക്ഷെ ഇതിപ്പോ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിരിക്കും. നമ്മൾ ആലോചിക്കുന്നതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും സമാന രീതിയിൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നവർ. അവർക്ക് അവരുടെ ഇന്റലിജൻസ് സംവിധാനമുണ്ട്, അവർക്ക് അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പസിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റുന്നത്. അവരും വളരെ ജാഗ്രതയോടെ കാണും. അവർ തൽക്കാലം ഇത് പിൻവാങ്ങും. ഇത് കോടികളുടെ ബിസിനസ്സാണ്. ഇപ്പൊ നമ്മളിപ്പോ 85 കോടി എന്നല്ല, അതിലപ്പുറം മൾട്ടി ബില്യൺ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ താല്പര്യം കാണിക്കും, അവർ തൽക്കാലം പിന്മാറും. അപ്പൊ നമുക്ക് തോന്നും താൽക്കാലികമായിട്ട് ഇതിനൊരു ഉപശാന്തി ലഭിച്ചിരിക്കും നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല നടക്കുക. പിന്നീട് വീണ്ടും തിരിച്ചു വരും. ഈ ഘട്ടത്തിൽ ഈ കോൺവെർസേഷൻ, മാധ്യമങ്ങൾ ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്ന കോൺവെർസേഷൻ കേരളത്തിൽ വളരെ പരമപ്രധാനമാണ്. മാധ്യമം നിർണായക റോൾ വഹിച്ചിട്ടുണ്ട്. അതിൽ അഭിനന്ദനാർഹമാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ആ കോൺവെർസേഷൻ ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. കാരണം ആ ദീർഘകാലം കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കണം. കാര്യം കേരളത്തിൽ ഈ ബാർ നിരോധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ ബാർ നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് കേരളത്തിലേക്ക് ഈ മാതിരിയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു ആലോചിച്ച് നോക്കണം. കാര്യം ആ ലഹരിക്ക് പകരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ മുതലാണ് ഇതിന്റെ വ്യാപനം നമ്മൾ കാണുന്നത്. ആ ഘട്ടം മുതലാണ് ഇത് വിസ്ഫോടകമായ രീതിയിൽ വ്യാപിക്കും. എന്ന് പറയുമ്പോൾ ബാർ നിരോധനം തെറ്റാണെന്ന് അപ്പൊ അത് രാഷ്ട്രീയമായിട്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതിനെക്കാട്ടും കൂടി ലഹരിയിലേക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബോധവൽക്കരണം. സർക്കാരിന്റെ വേറൊരു കാര്യം, സർക്കാരും അതിനെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തുന്നതൊക്കെ പ്രഖ്യാപനം. പക്ഷെ നമ്മൾ കാണുന്നത് കൂടുതൽ ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നല്ലാതെ ഈ ബോധവൽക്കരണം ഏത് സ്റ്റേജിൽ എവിടെ നടക്കും നമുക്കറിയില്ല. ആ പണം എവിടെ പോകുന്നു, ഏതൊക്കെ രഹസ്യമായിട്ട് ഇവിടെ നടക്കുന്നു എനിക്കറിയില്ല. പക്ഷെ പരസ്യമായിട്ട് ക്യാമ്പസുകളിൽ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, വിദ്യാർത്ഥികളെ അടച്ചാക്ഷേപിക്കല്ല വേണ്ട. കാരണം വിദ്യാർത്ഥികൾ സ്വയം പരിശോധിക്കാൻ ബാധ്യതയുണ്ട്. കാര്യം തങ്ങളുടെ അകത്ത് ഇതുപോലെ ആൾക്കാർ യാതൊരു സംഘടനാ ബോധവും രാഷ്ട്രീയ ബോധവും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനും അവരെ പുറത്താക്കാനും വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അത് ഒരു സംഘടനയ്ക്ക് എല്ലാ സംഘടന, പക്ഷെ വിദ്യാർത്ഥി സംഘടന നിർണായകമാണ്. കാര്യം ക്യാമ്പസിൽ, ഇന്നത്തെ പുതിയ ക്യാമ്പസിൽ, അതായത് ആ പുതിയ ക്യാമ്പസിൽ കുറച്ചും റിലേഷൻസ് ഓപ്പൺ ആണ്. ആ റിലേഷൻസ് ഓപ്പൺ ആയ സംഘടനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടനാ ബന്ധങ്ങൾക്ക് അകത്ത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് SFIക്കും KSUവിനും ABPക്കും MSFനൊക്കെ തന്നെ നിർണായകമായ റോളിന്റെ അകത്ത്. കാര്യം അവരൊരു തീരുമാനമെടുത്ത് ഈ പ്രവർത്തനം അവർ ചാലുവാക്കി കഴിഞ്ഞാണ്ടല്ലോ ക്യാമ്പസിനകത്ത് ഈ സാധനം കടക്കില്ല. അതാണ് ക്യാമ്പസിനകത്ത് ചെയ്യാൻ കഴിയുക ഉറപ്പായിട്ടും വിദ്യാർത്ഥി സംഘടനകൾക്കാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.